ക്യാരമൽ പായസത്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഒരു ക്യാരമൽ പാലട ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ? പായസം ഉണ്ടാക്കാനായിട്ട് ഞാൻ പായസം മിക്സാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 2.5 ലിറ്റർ പാല് ഒരു ഓട്ടുപാത്രത്തിൽ നന്നായിട്ട് തിളപ്പിക്കാനായിട്ട് വെക്കും. ഓട്ടുപാത്രം എടുത്തത് അത് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. കുറച്ച് ചുവട് കട്ടിയുള്ള പാത്രമാണെങ്കിൽ പായസം നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ടാണ് ഓട്ടുപാത്രം ഉപയോഗിച്ചേക്കുന്നത്. പിന്നെ എന്താണ്, പായസം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് പായസം മിക്സ് ആയതുകൊണ്ട് തന്നെ അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പായസം മിക്സ് അല്ല എടുക്കുന്നതെങ്കിൽ നമ്മൾ നോർമൽ സേമിയൊക്കെ ആണെങ്കിൽ വറുത്തിട്ട് നെയ്ക്കകത്തൊന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സാധാരണ രീതിയിൽ എങ്ങനെയാണോ പായസം വയ്ക്കുന്നത് ആ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് കരുതിയിട്ടാണ് ഞാൻ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് പറയാത്തത്. നമ്മളിപ്പോൾ ഞാനിപ്പം മെയിനായിട്ട് ക്യാരമൽ പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ബാക്കി പായസമൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊരു രീതിയിലാണ് കേട്ടോ അത്ര സ്പീഡിലങ്ങ് പോയത്. നല്ല സംഭവം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ പിന്നെ എന്താണ്, പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഈ പായസം മിക്സിൻ്റെ അകത്ത് ആവശ്യത്തിന് മധുരമുണ്ട്. പിന്നെ അത് കൂടാതെ എക്സ്ട്രാ ആണ് കുറച്ച് പഞ്ചസാര നമുക്ക് ക്യാരമൽ ആക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതൊരു വലിയൊരു 1.5 ടേബിൾ സ്പൂൺ, ഏകദേശം 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ചെറിയ തീയിൽ നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം പഞ്ചസാര. അപ്പോൾ ഈ ഒന്ന് മെൽറ്റായി വന്നൊന്ന് കളറൊക്കെ മാറുമ്പോൾ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പക്ഷേ ആ സമയത്ത് കുഞ്ഞുങ്ങളൊക്കെ അടുത്ത് നിന്ന കാരണം ഞാൻ ഒഴിക്കാഞ്ഞതാണ് വെള്ളം. അപ്പോൾ അവർ മാറ്റിയതിന് ശേഷമാണ് ഞാൻ വെള്ളം ഒഴിച്ചത്. വെള്ളം ഒഴിക്കുമ്പോഴേ പെട്ടെന്നൊന്ന് തെറിച്ചിങ്ങനെ പൊങ്ങി തിളച്ച് വരാൻ സാധ്യതയുണ്ട് ഈ പഞ്ചസാരക്കകത്തോട്ട്. നമുക്ക് ഒരുപാട് സാധാരണ നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമായിരിക്കുമല്ലോ ഒഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആണ് ഞാൻ കുറച്ച് താമസിച്ചിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. നിങ്ങൾ ആ ഒരു മെൽറ്റായി വരുന്ന സമയത്ത് തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കില്ല, കുറച്ച് വെള്ളമൊന്നും ഒഴിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വെള്ളം ഒഴിച്ചിട്ട് പഞ്ചസാര ഒന്ന് മെൽറ്റായ ശേഷം വെള്ളം ഒഴിച്ചിട്ട് കുറുകിയിരിക്കുന്ന ആ ഒരു ക്യാരമൽ ഒന്ന് ലൂസാക്കി എടുക്കണം. ഇങ്ങനെ ടൈറ്റായിട്ട് തന്നെ ഇരിക്കല്ലോ, ഒന്ന് ലൂസാക്കി അലിയിപ്പിച്ചെടുക്കണം. അതേ ഉള്ളൂ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ നെയ്യൊന്നും ചേർത്തിട്ടില്ല. നെയ്യും കൂടെ ഒക്കെ ചേർക്കുമ്പോഴത്തേക്കിനും ആ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ പോലത്തെയൊക്കെ ഒരു ഫ്ലേവർ ആയിരിക്കും. മൊത്തത്തിലൊരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് ശരിക്കും ഈ പായസത്തിന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ ഒരു ഫ്ലേവറാണ് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഡെയറി മിൽക്കല്ല, ആൽപെൻലീബയുടെ ഒരു ക്യാരമൽ മിഠായി ഉണ്ടല്ലോ ചെറുത്, അതിൻ്റെ ഒരു ടേസ്റ്റാണ് നമ്മുടെ പായസത്തിന്. അപ്പം മധുരം ഇഷ്ടമുള്ളവർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമായിരിക്കും. ഞാൻ കുറച്ച് കൂടുതലാണ് പഞ്ചസാര ചേർത്തത്, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ഈ പായസം. കുറച്ച് മധുരമൊക്കെ കൂടി നിൽക്കുമ്പോഴത്തേക്കിനാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോഴത്തേക്കിന് ഇനി ഇതൊന്ന് നമുക്ക് കുറച്ച് ഇങ്ങനെ കട്ടയായിട്ടിരിക്കുന്ന പഞ്ചസാരയൊക്കെ ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. ആ ഒരു തീയൊക്കെ കുറച്ച് വെച്ചിട്ട് അലിയിപ്പിച്ചെടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴാണ് ക്യാരമൽ പായസത്തിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ലൂസാക്കി അലിയിപ്പിച്ചെടുത്തിട്ടുണ്ട്. ചൂടോട് കൂടി തന്നെ ഒരു 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു ബൂസ്റ്റിൻ്റെ ടേസ്റ്റ് ഒന്നുമല്ല ഈ പായസത്തിന്. ബൂസ്റ്റ് ചേർക്കുമ്പോൾ നല്ല കളറും കിട്ടും. ബൂസ്റ്റിൻ്റെ ഫ്ലേവറേ അല്ല നമുക്ക് തോന്നിക്കുന്നത്. പിന്നെ ബൂസ്റ്റ് കൂടാതെ തന്നെ വേറൊരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സീക്രട്ടാണത്, അത് ഞാൻ ലാസ്റ്റ് പറയാവേ. അപ്പം നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അവസാനം ആ ഇൻഗ്രീഡിയൻസ് പറയാം, അത് ചേർക്കണം. അത് ചേർക്കാനായിട്ട് സ്കിപ്പ് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് ലാസ്റ്റ് വരെ വീഡിയോ കാണണം. പിന്നെ ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ പായസത്തിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ പായസം അവിടെ ഇരുന്ന് കുറുകി വരുമ്പം നമുക്ക് ക്യാരമലൊക്കെ ഇവിടെ തയ്യാറാക്കി തണുക്കാനായിട്ട് വെക്കാം. അപ്പം നമ്മുടെ പായസം നന്നായിട്ട് കുറുകിക്കൊണ്ടിരിക്കുവാണ്. ഇനി കുറച്ച് നേരം കൂടെ ഒക്കെ കുറുക്കി എടുക്കാം നമുക്ക്. അപ്പം നമ്മുടെ തണുത്തിരിക്കുന്ന ആ ക്യാരമൽ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ച് കൊടുക്കുവാണ്. ക്യാരമൽ ഒന്ന് ലൂസാക്കിയ ശേഷമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കട്ടിയായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കരുത്, കുറച്ച് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാൻ. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരമലും എല്ലാം കൂടെ ചേർന്നിട്ട് അവിടെ ഇരുന്നൊന്ന് കുറുക്കി പറ്റി വരണം. അപ്പോൾ എല്ലാവർക്കും, പിള്ളേർക്കൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടമായിരിക്കും. ഇത് തണുത്തതിന് ശേഷം കഴിക്കാനും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അല്ലാതെ നമുക്ക് ചൂടോട് കൂടി കുടിക്കാനും നല്ലതാണ്. ഞാൻ കുറച്ച് ലൂസാക്കിയാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. കുറച്ച് ടൈറ്റ് ആക്കണമായിരുന്നെങ്കിൽ കുറച്ച് ചവ്വരിയൊക്കെ ചേർത്ത് ഇങ്ങനെ കുറുകിയിരുന്നതിന് പായസം. ഇത് നമുക്ക് ഗ്ലാസ്സിലൊക്കെ ഒഴിച്ച് കുടിക്കാൻ പാകത്തിനുള്ള രീതിയിലാണ് ഈ പായസം ഉണ്ടാക്കിയേക്കുന്നത്.
പിന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള കാഷ്യൂനട്ടും പിന്നെ ഏലക്കാപ്പൊടി ഇതെല്ലാം ആ പായസത്തിൻ്റെ അകത്തുണ്ട്. അത് കൂടാതെ കുറച്ചും കൂടെ നെയ്യ് കുറച്ച് കൂടുതൽ ചേർത്ത്, ക്യാരമൽ പായസത്തിന് നല്ല നെയ്യുടെ ഫ്ലേവർ ഇങ്ങനെ നിൽക്കണം. അത് കാരണം നെയ്യ് കുറച്ച് കൂടുതൽ ചേർത്ത് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. ആ മിക്സിൻ്റെ അകത്തും ഉള്ളത് കാരണം കുറച്ചേ ചേർത്തിട്ടുള്ളേ. പിന്നെ ഏലക്കായും നമ്മളൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് പൊടിച്ച് അവിടെ മാറ്റി വയ്ക്കുക. അതൊക്കെ നമ്മുടെ ആവശ്യത്തിന് ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. കാഷ്യൂൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണല്ലോ. ഇവിടെ പിള്ളേരൊക്കെ കാഷ്യൂ പായസത്തിൻ്റെ അകത്തൊന്നും എടുത്ത് കളയുക ചെയ്യുന്നത്. കാഷ്യൂവും കിസ്മിസും ഒക്കെ എടുത്ത് കഴിക്കത്തില്ല അവർ പായസത്തിൻ്റെ അകത്ത് കിടക്കുന്നത്. അല്ലാതെന്നാൽ ചുമ്മാതെയാണെങ്കിൽ കഴിക്കുകയും ചെയ്യും. അപ്പം ഞാനെല്ലാം കുറച്ചാണ് ചേർത്തത്. അപ്പോൾ ഇതും കൂടെ നമ്മുടെ പായസത്തിൻ്റെ അകത്തോട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്ത് ചേർത്ത സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് പറയട്ടെ. അതാണ് നമ്മുടെ വാനില എസൻസ് ഞാനൊരു ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്ത് കൊടുത്തേ. ആ വാനില എസൻസ് ചേർക്കണം. വാനില എസൻസ് ചേർത്തെന്നൊന്നും ആർക്കും മനസ്സിലാവത്തില്ല. ഒരു കറക്റ്റ് ഒരു ബട്ടർ സ്കോച്ച് ഐസ്ക്രീമിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് കിട്ടുന്നത്. ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവറാണ് കിട്ടുന്നത് ഈ പായസത്തിന്. അതാണ് നമ്മുടെ ക്യാരമൽ പായസം. ഇതിങ്ങനെ ഇത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വരുമ്പോൾ വെച്ച് കൊടുത്താൽ ഉറപ്പായിട്ടും ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ചോദിക്കും. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോയാൽ ഈ ക്യാരമൽ പായസം കുടിച്ച് അതിൻ്റെ ഫാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പായസമാണ് ഇത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എവിടെ ചെന്ന് കുടിച്ചിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ക്യാരമൽ പായസം. സാധാരണ എല്ലാവരും മിൽക്ക് മെയ്ഡ് വെച്ചിട്ടാണ് ക്യാരമൽ പായസം ഉണ്ടാക്കുന്നത്. അപ്പം മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർക്കും ഇത് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. മിൽക്ക് മെയ്ഡ് വെച്ച് മിൽക്ക് മെയ്ഡ് ഇല്ലാതെയും അതേ ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്, ഷെയർ ചെയ്യണം. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ മെസ്സേജായിട്ട് അയക്കണേ. ടാറ്റാ ബൈ.